ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എയർ ഡ്രൈ ക്ലേ ആണ്. 100% വർക്കിംഗ് ആണ് എന്ന് ഞാൻ പറയില്ല. കുക്കിംഗ് അല്ലാത്ത മെത്തേഡ് ആയതുകൊണ്ട് ഒരു 95% വർക്കിംഗ് ആണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ എയർ ഡ്രൈ ക്ലേ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് വൈകാതെ തന്നെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അരിപ്പൊടിക്ക് പകരം കോൺഫ്ലവർ എടുക്കാം. 1 കപ്പ് അരിപ്പൊടിയാണെന്ന് വെച്ചാൽ 1 കപ്പ് ഫെവിക്കോള്, 2 കപ്പ് അരിപ്പൊടിയാണെന്ന് വെച്ചാൽ 2 കപ്പ് ഫെവിക്കോള്. അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ അളവ്. ഞാനിപ്പോൾ അളവൊന്നും എടുത്തിട്ടില്ല. ഒരിത്തിരി അരിപ്പൊടി എടുത്തിട്ടുണ്ട്, 2 കുപ്പി ഫെവിക്കോളും എടുത്തിട്ടുണ്ട്. 10ൻ്റെ 2 കുപ്പിയാണ് എടുത്തിട്ടുള്ളത്. ഈ നമുക്ക് വേണ്ട എയർ ഡ്രൈ ക്ലേൻ്റെ അളവിനനുസരിച്ച് 3 കപ്പോ അതിനനുസരിച്ച് 3 കപ്പ് ഫെവിക്കോളോ അങ്ങനെ എടുക്കുകയൊക്കെ ചെയ്യാം. ഫെവിക്കോള് നമുക്ക് ഇത് ഉരുട്ടി ഉണ്ടാക്കാൻ പറ്റിയതനുസരിച്ചാണ് എടുക്കേണ്ടത്. പിന്നെ ഞാനൊരു ഷാമ്പു എടുത്തിട്ടുണ്ട്, ക്ലിനിക് പ്ലസിൻ്റെ 1 പാക്കറ്റ് ഷാമ്പു എടുത്തിട്ടുണ്ട്. പിന്നെ ലേശം വിനാഗിരി, കേട് വരാണ്ടൊക്കെ വേണ്ടിയിട്ടാണ് വിനാഗിരി എടുക്കുന്നത്. വിനാഗിരിയൊക്കെ ചേർക്കാൻ വെച്ചാൽ വേഗം കേട് വരാണ്ട് 3 മാസമൊക്കെ സുഖമായിട്ട് നിൽക്കും. പിന്നെ ബോഡി ലോഷൻ, അത് നമുക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ബോഡി ലോഷൻ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലൊന്ന് പരട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് വൈകാതെ തന്നെ ഉണ്ടാക്കി തുടങ്ങാം. ഞാൻ ആദ്യം കുറച്ച് അരിപ്പൊടി ഇതിക്ക് ബൗളിലേക്ക് ഇടുന്നുണ്ട്. ഇത്ര അരിപ്പൊടി ഞാൻ എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് 2 കുപ്പി ഫെവിക്കോൾ ആഡ് ചെയ്യാം. ആദ്യം 1 കുപ്പിയിൽ കുറച്ച് ഫെവിക്കോൾ ഇങ്ങനെ ആഡ് ചെയ്ത് മെല്ലെ മെല്ലെ തിരിത്തിരി ഇതാക്കി കുഴച്ചെടുക്കാം. അതായത് നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കല്ലോ, ചപ്പാത്തിൻ്റെ മാവ് ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും, വെള്ളം ചേർത്താണല്ലോ കുഴയ്ക്കുക. അതേപോലെ തന്നെയാണ് ഫെവിക്കോളും ഈ അരിപ്പൊടിയും വെച്ച് ചെയ്യുന്നത്. അരിപ്പൊടിക്ക് പകരം കോൺഫ്ലവർ എടുക്കാൻ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ അരിപ്പൊടി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫെവിക്കോൾ ആഡ് ചെയ്ത ശേഷം കൈകൊണ്ട് നല്ലോണം അങ്ങനെ മിക്സ് ചെയ്ത് കുഴയ്ക്കാൻ വേണ്ടി തുടങ്ങാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫെവിക്കോൾ ആഡ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്യണതിൻ്റെ കൂടെ. പകരം നമുക്ക് ആദ്യം കുറേ അരിപ്പൊടി എടുത്ത ശേഷം അതിലേക്ക് 1 കപ്പോ 2 കപ്പോ ഫെവിക്കോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചിട്ട് ഒന്നിച്ച് കുഴയ്ക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫെവിക്കോളിൻ്റെ അളവിൻ്റെ പ്രശ്നമായതുകൊണ്ടാണ് ഞാൻ അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കാക്കി കുഴച്ച് കൊടുക്കുന്നത്. നല്ലോണം നമുക്കിനി മിക്സ് ചെയ്ത് നല്ല ടൈറ്റായിട്ടുള്ളപ്പം കുറച്ച് ടൈറ്റാവും. ഇതിൻ്റെ ആ ഒരു മാവ് ചപ്പാത്തീൻ്റെ ഇതുപോലെ സോഫ്റ്റ് ആവില്ല. ഫസ്റ്റ് കുറച്ച് ടൈറ്റായി നിൽക്കും, കാരണം ഫെവിക്കോളും അരിപ്പൊടിയും കൂടെ മിക്സ് ആവുകയാണല്ലോ ചെയ്യണത്. അപ്പം കുറച്ച് കട്ടി ഉണ്ടാവും. അതിൻ്റെ കൂടെ നമ്മളിങ്ങനെ ഓരോരോ സാധനങ്ങൾ ആഡ് ചെയ്യുമ്പം അത്യാവശ്യം നല്ല സോഫ്റ്റായി വരും. പിന്നെ കൈ കൊണ്ടിട്ട് നല്ലോണം പരത്തുക കുഴയ്ക്കുക. ഈ പ്രോസസ്സ് ഇങ്ങനെ ആവർത്തിക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആവുള്ളൂ. കുറച്ച് സമയം എടുക്കും ഇത് ഉണ്ടാക്കുമ്പോഴേക്ക്. പിന്നെ ഇത് കഴിഞ്ഞ് ഉണ്ടാക്കി നമുക്ക് എടുക്കുമ്പോൾ നല്ല സുഖമാണ്, നല്ല സോഫ്റ്റ് ആവും കേട്ടോ. പഞ്ഞിക്കട്ട പോലെ ഉള്ള നല്ല സോഫ്റ്റാണ്. നമ്മുടെ പുറത്തുനിന്ന് വാങ്ങണ സാധാ ക്ലേ ഉണ്ടല്ലോ, അത്ര നല്ല സോഫ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കുറച്ച് മെനക്കെടേണ്ടി വരും ഇത് കുഴയ്ക്കാനൊക്കെ. സാരില്ല, നല്ല സോഫ്റ്റാണ് ഇത് ഉണ്ടാക്കി കഴിയുമ്പം. അരിപ്പൊടി അതിനോട് കുറച്ച് വലിക്കുമ്പം മറ്റേ സോഫ്റ്റ് ക്ലേ വലിക്കുമ്പോൾ നല്ല ഇതിലുണ്ട് നിൽക്കും. പകരം ഇത് കുറച്ചൊരു മുരുമുരു പോലെ ഉണ്ടാവും. എന്നാലും കുഴച്ച് നമ്മൾ ആ വലിക്കുമ്പോൾ നീണ്ടു പോണ മാതിരി ആക്കണം. പിന്നെ നമ്മളിത് ഉണ്ടാക്കാൻ തുടങ്ങുമ്പം കുറച്ച് ഫെവിക്കോൾ കുഴച്ച് എനിക്ക് മതിയായി അവിടെ നിർത്തട്ടെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴേക്ക് നല്ല കട്ടിയായി പോയിണ്ടാവും. പിന്നെ നമ്മൾ ഫസ്റ്റ് തൊട്ട് ഉണ്ടാക്കേണ്ടി വരും. ആ സാധനങ്ങളൊക്കെ വേസ്റ്റായി പോവും. അതുകൊണ്ട് ചെയ്യാന്ന് വെച്ചാൽ തുടർച്ചയായിട്ട് ചെയ്യാണ് നല്ലത്. അല്ലെങ്കിൽ കട്ടിയായി പോവുകയും ചെയ്യും. ഇവിടെ അത്രയും സാധനങ്ങൾ വേസ്റ്റാവും ചെയ്യും. ഞാനൊരു പ്രാവശ്യം ചെയ്തപ്പം അങ്ങനത്തെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യാണ് നല്ലത്.
പിന്നെ നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ ഫെവിക്കോൾ കഴിഞ്ഞ് ഫെവിക്കോൾ ഇത്തിരി വെള്ളം ഒഴിച്ച് ഒന്ന് ചെയ്യരുത് കേട്ടോ. ഈ സാധനത്തിൽ നമ്മൾ തീരെ വെള്ളം ഒഴിക്കാൻ പാടില്ല. കാരണം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം നമ്മൾ വെക്കുമല്ലോ, 3 മാസം വെക്കുമല്ലോ. അപ്പം വെള്ളത്തിൻ്റെ ഇത് കാരണം പൂപ്പൽ പോലെ വരും, ഒന്നായിട്ട് പൂ പിടിച്ചു. അതിനോട് നമ്മൾ കൂടുതൽ വെള്ളം ചേർക്കാണ്ട് നിൽക്കാൻ നോക്കുക. വെള്ളം ചേർക്കണതിന് പകരമാണ് നമ്മൾ വിനാഗിരിയും ഇതൊക്കെ ചേർക്കുന്നത്. പിന്നെ വെള്ളമാണ് എന്നാലും വേറെ ഇതാണല്ലോ, ആസിഡൊക്കെ ആണല്ലോ. അതിനോണ്ട് വെള്ളം ചേർക്കേണ്ട എല്ലാവരും ഇത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ഇപ്പോൾ കുഴയ്ക്കുമ്പോൾ കാണാമല്ലോ, ഇത് അത്യാവശ്യം ഇങ്ങനെ കട്ടിയായിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് നല്ലോണം കുഴച്ച് കൊടുക്കുക. നമ്മളിത് ഉണ്ടാക്കണതിൻ്റെ മുമ്പ് നമ്മുടെ കൈയൊക്കെ നല്ലോണം സോപ്പിട്ട് കഴുകി വൃത്തിയാകണം കേട്ടോ. കാരണം ഇത് വൈറ്റ് ആയതുകൊണ്ട് നമ്മുടെ കൈത്തെ ചളിയൊക്കെ വേഗം അതിലായാൽ നമുക്ക് മനസ്സിലാവാൻ പറ്റും. പിന്നെ എയർ ഡ്രൈ ക്ലേ ഉണ്ടാക്കുമ്പം ഇങ്ങനത്തെ അരിപ്പൊടി കോൺഫ്ലവർ ഒക്കെയാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ വൈറ്റ് ഗ്ലൂ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. വേറെ യെല്ലോ കളർ ഗ്ലൂ ഒക്കെ എടുക്കുകയെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു യെല്ലോയിഷ് കളറ് ആ ക്ലേയിൽ വരും. അതുകൊണ്ട് വൈറ്റ് ഗ്ലൂ ആണ് നമ്മൾ ഇതിനെടുക്കേണ്ടത്. ഫെവിക്കോൾ പിന്നെ വേറെ ഏതൊക്കെയോ കമ്പനി ഉണ്ടല്ലോ, അതൊക്കെ എടുക്കാനാണ് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. ഇതിൻ്റെ ഇത് കുറച്ച് ആ ലാസ്റ്റ് പൊടി അധികമായിപ്പോയി ഇനി ഫെവിക്കോൾ ചേർത്ത്. അതിനോട് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ കട്ടയായ ഭാഗം ഉണ്ടല്ലോ അതെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി മറ്റേത് ഒഴിക്കുമ്പോൾ എന്തെങ്കിലും അധികമാവുക ഒഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 1 ടീസ്പൂൺ അല്ലെങ്കിൽ ഇതിനനുസരിച്ച് കുറച്ച് വിനാഗിരി, ഇപ്പോൾ ഒരളവ് കണ്ടാൽ മനസ്സിലാവുമല്ലോ, കുറച്ച് വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഇത്ര ചേർത്തിട്ടുള്ളൂ, നടുവിലൊരു കുഴി കുത്തി ഇതാക്കാം. അങ്ങനെ ഞാൻ ഇതിൽ വിനാഗിരി ഒഴിക്കണം. വിനാഗിരിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ നാരങ്ങനീര് ഇറ്റിച്ചു കൊടുക്കാം. നാരങ്ങനീരിനെക്കാട്ടി നല്ലത് വിനാഗിരിയാണ്, അതുകൊണ്ടാണ് ഞാൻ വിനാഗിരി എടുത്തത്. അതാണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ കാലം നിന്നോളും. നാരങ്ങനീരിൽ ഇത്തിരി വെള്ളമൊക്കെ ഉണ്ടല്ലോ, അതിനുകൊണ്ട് നമ്മൾ വിനാഗിരി എടുക്കുകയാണ് ചെയ്യാൻ നമുക്കിഷ്ടം, നമ്മുടെ ചോയ്സാണ്. വിനാഗിരി എടുക്കുകയാണ് കുറച്ചുകൂടെ നല്ലതെന്നാണ് തോന്നണം കേട്ടോ. കുറച്ചുകൂടെ കാലം കിട്ടും. 3 മാസമൊക്കെ നമ്മൾ വെക്കുമല്ലോ, 3-4 മാസം ഇത് സുഖമായിട്ട് നിൽക്കും. പക്ഷേ എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി നല്ല കവറിലൊക്കെ കെട്ടി എടുത്ത് വെക്കണം, എന്നാലേ കുറേ കാലം നമുക്ക് കിട്ടുകയുള്ളൂ. വിനാഗിരി ഒഴിച്ചപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് വെള്ളം അധികമായി മാതിരി തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ നല്ലോണം കുഴച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ഒട്ടണമുണ്ട്. വിനാഗിരീൻ്റെ ഇത് കാരണം കുറച്ച് പശ പോലെയാണ് കയ്യിൽ. പിന്നെ കൈത്തെ നേരത്തെ അതുണ്ടായിരുന്നല്ലോ കുഴയ്ക്കുമ്പോൾ ഉണ്ടായി, അതൊക്കെ കൈമിന്ന് നേരെ അയിമിക്കാൻ ഇതായിക്കോളും നമ്മളിങ്ങനെ കുഴച്ച് കൊടുക്കുമ്പം. ഇതിങ്ങനെ കുഴച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം എനിക്ക് ഓർമ്മ വന്നത്. ഇതിൻ്റെ നമ്മൾ ആ വിനാഗിരി ഒഴിക്കണതിൻ്റെ കുറച്ച് മുമ്പ്, അല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ചതിന് ശേഷം ലേശം ഷാമ്പു ആഡ് ചെയ്യാണ്ടേനി, അല്ലെങ്കിൽ ലിക്വിഡ് സോപ്പ് അല്ലെങ്കിൽ ഹാൻഡ് വാഷ്, ഇതിലേതെങ്കിലും ഒന്ന് ആഡ് ചെയ്യാണ്ടേനി. ഞാനത് വിട്ടുപോയി. ഇനി നമുക്കിത് നല്ലോണം കുഴയ്ക്കാൻ എന്നിട്ട് ആക്കാം. പിന്നെ നമ്മൾ നേരത്തെ എടുത്തുവെച്ച ആ ഫെവിക്കോളും ഇതും ചേർത്ത് ഇത്തിരി പൊടിയില്ലേ, ഇത് വല്ലാതെ ലൂസായി നല്ല കയ്യിലൊട്ടണ മാതിരി തോന്നുകയെന്ന് വെച്ചാൽ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ ഡ്രൈ ആക്കി കൊടുക്കാം കേട്ടോ. അത് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അതായത് ആദ്യം നമ്മൾ കുറച്ച് ഇന്ന് മാറ്റി വെക്കുക, എന്നിട്ട് ശേഷം ഈ നേരത്തെ കട്ട പിടിച്ചത് ഇങ്ങനെ ആക്കി ഉറ്റുറ്റി എടുത്ത ശേഷം ഈ പൗഡർ പോലെ ഇതാക്കിയിട്ടുണ്ടല്ലോ അത് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഇതാക്കുകയെന്ന് വെച്ചാൽ കുറച്ചുകൂടെ നന്നാവും. ഇപ്പം നമുക്ക് ഇനി ഇത് ആ ബൗളിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് നല്ല നൈസായിട്ടുള്ളൊരു സ്ഥലത്ത് വെച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. ഇടയ്ക്ക് ഇങ്ങനെ വലിച്ച് നീട്ടി കുഴയ്ക്കുക എന്നല്ല കേട്ടോ, എന്നാൽ വേഗം സോഫ്റ്റായി വന്നോളും. കൈ കൊണ്ട് താഴേക്കാക്കി പരത്തിയിട്ടാക്കിയിട്ട് നിങ്ങൾ കുഴയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അപ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിക്കോളൂ കേട്ടോ. കുറേ നേരം 30 മിനിറ്റൊക്കെ നമ്മൾ എന്തായാലും അങ്ങനെ കുഴച്ചുകൊണ്ടേ ഇരിക്കണം തുടർച്ചയായിട്ട്, എന്നാൽ വേഗം നല്ല സോഫ്റ്റായി വന്നോളും. ചിലവരുണ്ടാക്കുമ്പോൾ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് കുഴയ്ക്കുക. ഇത് ഫെവിക്കോൾ ഉള്ളതിനോണ്ട് ഞാനങ്ങനെ കുഴച്ചിലേക്ക് തോന്നിയ കട്ട പിടിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അഥവാ കട്ട പിടിച്ച് പോയാലും നമ്മൾ കുടുങ്ങിപ്പോവും. അതിനുകൊണ്ട് നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നില്ല.
നേരത്തെ തന്നെ എടുത്ത് ഇങ്ങനെ കുഴച്ചാൽ മതി. എന്നിട്ട് ഞാൻ ഇപ്പം ബൗളിലേക്കാക്കി ആ നേരത്തെ ക്രംസ് ഇല്ലേ, ക്രംസ് എന്ന് പറയുക ബ്രെഡ് ക്രംസ് ഒക്കെ പറഞ്ഞ മാതിരി ആ നമ്മുടെ അരിപ്പൊടീൻ്റെയും ഫെവിക്കോളിൻ്റെ ഇതുണ്ടല്ലോ, അത് നമുക്ക് ഇതാക്കിയിട്ട് നമ്മുടെ ഷാമ്പു ഇതിക്ക് ആഡ് ചെയ്യുക. ഷാമ്പൂവിന് പകരം ലിക്വിഡ് സോപ്പും ഹാൻഡ് വാഷും ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ കുറച്ച് ഷാമ്പൂ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുമ്പോൾ ഡവിൻ്റെ ഷാമ്പൂ ഇല്ലേ, ചെറിയ ₹1 അതെടുത്താൽ മതി. ഇന്ത്യയിൽ ഞാൻ ഇവിടെ ചോദിച്ചപ്പോൾ അവിടെ ഇല്ല, അതിനോണ്ടാണ് ഞാൻ ഇപ്പോൾ നീല ഷാമ്പൂ എടുത്തത്. ചെറിയ പോലെ നീല കളറ് വരണ മാതിരിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ വൈറ്റ് കളർ ഷാമ്പൂവിന് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് ഷാമ്പു ചേർത്ത ശേഷം നല്ലോണം ഇങ്ങനെ കുഴച്ചെടുക്കുക. നേരത്തെ ആ കോൺഫ്ലവറിൻ്റെ ഇത് വല്ലാണ്ട്, കോൺഫ്ലവറിൻ്റെ അല്ല അരിപ്പൊടീൻ്റെ ഇത് വല്ലാണ്ട് വെള്ളം മാതിരി ഒട്ടണ മാതിരിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ ഷാമ്പു ചേർത്ത് കൊടുത്താൽ കുറച്ച് ഡ്രൈ ആയി വന്നോളൂ. ഈ എല്ലാ ഐറ്റംസും ആഡ് ചെയ്ത ശേഷം നമ്മൾ നല്ലോണം കുഴച്ച് കൊടുക്കണം. തുടർച്ചയായിട്ട് കുറേ കുഴച്ച് കൊടുക്കുമ്പം ഇത് നല്ല സോഫ്റ്റായി വന്നോളും. നല്ല നൈസായ പ്രതലത്തിലൊക്കെ ഇട്ട് നല്ല സോഫ്റ്റാക്കി കിട്ടും. നല്ല കുഴച്ച നല്ല സോഫ്റ്റായിട്ട് ഇട്ടു കേട്ടോ. പിന്നെ ഇപ്പം നല്ല ഇതുമാതിരിയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരും, ഇത് അരിപ്പൊടീൻ്റെ അതിങ്ങനെ നല്ല ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് തികഞ്ഞില്ലെങ്കിൽ പിന്നെ വേറെ ഉണ്ടാക്കേണ്ടി വരും കേട്ടോ. പിന്നെ നല്ലോണം ഇങ്ങനെ കുഴച്ച് നല്ല സോഫ്റ്റായി കിട്ടും. അപ്പം ഒരു 30 മിനിറ്റ് 1 മണിക്കൂറൊക്കെ നല്ലോണം കുഴച്ചോളി. എന്നാൽ പിന്നെ നല്ല ഇതിൽ സോഫ്റ്റായി വന്നോളൂ. മറ്റേ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഫെവിക്കോളിൻ്റെയും ആ ഇതിൻ്റെ ഉണ്ടല്ലോ അരിപ്പൊടീൻ്റെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും ഇത്തിരി അരിപ്പൊടി എടുത്തിട്ട് നമുക്കിങ്ങനെ കുഴച്ച് കൊടുക്കാം കേട്ടോ. അതും വലിയ കുഴപ്പമില്ല, നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഫെവിക്കോളിൻ്റെയും അരിപ്പൊടീൻ്റെ അളവ് വേറെ വേറെ ആയിപ്പോവും. അതിനോണ്ടാണ് ഞാൻ മറ്റേ തന്നെ എടുത്ത് കുഴയ്ക്കാൻ പറഞ്ഞത് കേട്ടോ. ഇതിൻ്റെ കൂടെ അരിപ്പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സ്മൂത്തായിട്ടുള്ള പ്രതലത്തിൽ വെക്കുമ്പം കുറച്ചിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കുഴച്ച് കൊടുത്താൽ മതി. ചപ്പാത്തീൻ്റെ എല്ലാ ഇതും ഇതിന് ഉണ്ട്. ചപ്പാത്തീൻ്റെയൊക്കെ ഒരു കുടുംബമായിട്ട് വന്നേക്കാം എയർ ഡ്രൈ ക്ലേ. അരിപ്പൊടി വെച്ച് ഉണ്ടാക്കുന്ന കേട്ടോ. കോൺഫ്ലവറിൻ്റെയൊക്കെ എന്താ അറിയില്ല, ഞാൻ ഇതുവരെയായിട്ട് ഉണ്ടാക്കി നോക്കിയില്ല. ഇനി നല്ലോണം കുറേ നേരം ഇങ്ങനെ കുഴച്ചെടുക്കുക. എനിക്ക് കുഴയ്ക്കുമ്പോൾ കൈക്കൊക്കെ നല്ല സുഖം തോന്നും. ചില സമയത്ത് വിരലൊക്കെ ഒടിയണ അതേ ഫീലും തോന്നും. അതുകൊണ്ട് കുഴയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കുഴയ്ക്കുക, അല്ലെങ്കിൽ കൈക്കൊക്കെ നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി കുഴയ്ക്കണതിൻ്റെ കൂടെ നമ്മൾ കുറേ ഉരുട്ടി വലിച്ച് ഇങ്ങനെ നീട്ടി കൊടുത്ത് നീട്ടി ചുറ്റി മടക്കി അങ്ങനെയൊക്കെ ചെയ്തോളൂ കേട്ടോ. എന്നാൽ കുറച്ചുകൂടെ എക്സ്ട്രാ സോഫ്റ്റായ നമുക്ക് നല്ല സുഖമായല്ലോ. സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ളതാ. ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ എപ്പോഴും കാണും എയർ ഡ്രൈ ക്ലേ വെച്ചിട്ട് ഓരോരോ ക്യൂട്ട് ചാംസും കീ ചെയിനും ഇതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് അത് കാണുമ്പോൾ. ഞാൻ പിന്നെ അങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ആദ്യം ഞാൻ നോർമൽ ക്ലേ ഉണ്ടാക്കിയാലോ വിചാരിച്ച്. ഞാൻ വെച്ചാൽ ഇങ്ങനത്തെ ഒരു വൈറ്റ് ക്ലേ ഉണ്ടാക്കി അതിൻ്റെ കൂടെ കളർ ആഡ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ ഉണ്ടാക്കി ചെയ്യാണല്ലോ കുറച്ചുകൂടി നല്ലത്. മറ്റേത് ഇങ്ങനെ കളർ ആഡ് ചെയ്ത് കുറേ കളേഴ്സ് ഉണ്ടാക്കും വേണം. പിന്നെ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കൂടുമല്ലോ, അതായത് ഇങ്ങനെ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ അളവൊക്കെ കൂടുകയും ചെയ്യും. പിന്നുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തുനിന്നോ ഒക്കെ എടുക്കണേ. ഓൺലൈനിലൊക്കെ അത്യാവശ്യം റേറ്റ് കുറവ്, 150-200 അടുത്താവുന്ന ഫുള്ള് ക്ലേൻ്റെ സെറ്റ്. എനിക്കാട്ട് ഇഷ്ടം ഇങ്ങനെ ഉണ്ടാക്കാനൊക്കെ കേട്ടോ. ഉണ്ടാക്കണ ഒരു രസം വാങ്ങി ഉണ്ടാക്കുമ്പോൾ തോന്നൂല. ഉണ്ടാക്കി നമ്മളിങ്ങനെ കുറേ കുഴയ്ക്കുമ്പോൾ ഒക്കെ ഒരു പ്രത്യേക രസമാണ്. നിങ്ങളൊന്ന് എന്തായാലും ഉണ്ടാക്കി വെക്കണം എയർ ഡ്രൈ ക്ലേ. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കുറേ പ്രാവശ്യം ഉണ്ടാക്കും. അത്രയ്ക്ക് ഇഷ്ടം അത് ഉണ്ടാക്കാൻ. പക്ഷേ കുഴച്ച് കൈ കഴിയുമ്പം ഒരു ചടപ്പ് വരും. അടുത്ത പ്രാവശ്യം ഉണ്ടാക്കണ്ട തോന്നും. പക്ഷേ പിന്നെയും കുറച്ച് ദിവസം കഴിയുമ്പം ഇനിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തോന്നും. അങ്ങനെയാണ് ഞാൻ ക്ലേ വെച്ച് ഉണ്ടാക്കുമ്പം വലിയ രസം ഉണ്ടാവില്ല, എന്നാൽ കുഴപ്പമില്ല. എങ്ങനെയാണ് ഇനി നമ്മൾ വീഡിയോസൊക്കെ ഇടുമ്പം ഇങ്ങനത്തെ ക്ലേ വെച്ചുണ്ടാക്കണം, എയർ ഡ്രൈ ക്ലേ വെച്ചുണ്ടാക്കണതൊക്കെ നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ ഇടാം. എന്നിട്ട് എല്ലാവരും ഉണ്ടാക്കി വെക്കണം കേട്ടോ. നല്ല രസമാണ് ക്ലേ വെച്ചുണ്ടാക്കി. അത് നമ്മൾ സ്വന്തമായിട്ട് ക്ലേ വെച്ചുണ്ടാക്കി നമ്മുടെ സാധനത്തിന്മേൽ തൂക്കിയിടുക,
അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുകയൊക്കെ തോന്നുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീൽ തോന്നും. ഞാൻ ഉണ്ടാക്കിയ ക്ലേ വെച്ച് ഞാൻ തന്നെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അത് നല്ല രസമാണ്. പിന്നെ അതേമാതിരി ഇങ്ങനെ ആ പശേൻ്റെ ഓരോരോ കട്ട മാതിരിയൊക്കെ എൻ്റെ ക്ലേൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. അതൊക്കെ എടുത്ത് പോക്കി. നിങ്ങൾ എന്താ പറയുക, ക്ലേ ഉണ്ടാക്കുമ്പോൾ നല്ല നീറ്റായിട്ടുള്ള സ്ഥലത്ത് വെച്ച് ഉണ്ടാക്കണം കേട്ടോ, പൊടിയൊന്നും ഇല്ലാത്ത. ആ പൊടിയൊക്കെ തട്ടുമ്പോൾ ക്ലേൻ്റെ കളറ് വൈറ്റ് മാറിയിട്ട് ബ്രൗണൊക്കെ ആവും. അതിനോണ്ട് നമ്മൾ ശ്രദ്ധിച്ച് നല്ല പൊടിയൊന്നും ഇല്ലാത്ത നല്ല നീറ്റ് സ്ഥലത്ത് വെച്ചിട്ടാക്കുക. ഞാൻ ഇപ്പം ഒരു കിച്ചൺ വാൾപേപ്പർ ഉണ്ട്, അയിമിൽ വെച്ചിട്ടാക്കണേ. കിച്ചണിൽ വെക്കണ വാൾപേപ്പർ ആയതുകൊണ്ട് അയിമിൽ നല്ലൊരു സോഫ്റ്റ് പോലെ മിനുസമാരി ഉണ്ടാവുമല്ലോ. അപ്പം അയിമിൽ വെച്ച് സുഖമായിട്ട് കുഴയ്ക്കുക. അതാ പിന്നെയും കുറച്ചുകൂടി നല്ലത്. കുഴയ്ക്കുമ്പോൾ നല്ല മിനുസുള്ള കോട്ടിങ്ങുള്ള വാൾപേപ്പർ ഉണ്ടാവുമല്ലോ, അതെടുത്ത് അയിമിൽ വെച്ച് കുഴയ്ക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഏകദേശം കുഴച്ച് റെഡി ആവുന്നുണ്ട്. ഇനി നമുക്കിങ്ങനെ തുടർച്ചയായിട്ട് കുറച്ച് നേരം കൂടെ കുഴച്ച് കൊടുക്കാം. ഈ എയർ ഡ്രൈ ക്ലേ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പല രീതിയിലാണല്ലോ കുഴയ്ക്കുമ്പോൾ ഏതൊക്കെയോ ഷേപ്പൊക്കെ വരും ചെയ്യും. ചിലത് തോന്നും ഏതോ ഒരു കുട്ടീൻ്റെ മുഖം, ചിലത് തോന്നും വേറെന്തോ മഴത്തുള്ളീൻ്റെ ഷേപ്പ്, അങ്ങനെയൊക്കെ തോന്നും. പിന്നെ ചില വാരി കുഴയ്ക്കുമ്പോൾ പൊറോട്ട അടിക്കണ മാതിരി തോന്നും കേട്ടോ. അതിനുണ്ട് നല്ല രസമാണ് ഇത് ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ. ഇതുണ്ടാക്കാനും അത്യാവശ്യം സിമ്പിളൊക്കെയാണ്. കോൺഫ്ലവർ നമ്മൾ വാങ്ങണേക്കാട്ടില്ല പിന്നെയും വീട്ടിലുണ്ടാവുമല്ലോ അരിപ്പൊടി, കോൺഫ്ലവറും ഉണ്ടാവും കേട്ടോ. കോൺഫ്ലവർ വെച്ച് ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചുകൂടെ സോഫ്റ്റ്നെസ് വരിക. ഇതിൻ്റെ എത്രയോ ഇരട്ടി സോഫ്റ്റ്നെസ് വരും കേട്ടോ കോൺഫ്ലവർ വെച്ച് ഉണ്ടാക്കുമ്പം. എന്നാലും എൻ്റെ ഒരു തൽക്കാലത്തേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം ഉണ്ടാക്കണേ. ഇതും അതിൻ്റെ അടുത്തെത്തിയില്ലെങ്കിലും അതിൻ്റെ ഏകദേശം ബന്ധുവായിട്ടൊക്കെ വരും ഈ അരിപ്പൊടീൻ്റെ ഈ എയർ ഡ്രൈ ക്ലേ. നമുക്ക് നോക്കാം ഇത് ഇനി ഉണ്ടാക്കി കഴിഞ്ഞ് അത്യാവശ്യം സോഫ്റ്റ് ആകും. ഇത് ഞങ്ങൾ കുറേ പ്രാവശ്യം വെക്കുമ്പം കുറേ നമ്മൾ എടുക്കുമ്പോൾ ഇത്തിരി ഡ്രൈ ആവാണ്ടൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ബോഡി ലോഷൻ അപ്ലൈ ചെയ്യണം. കുറേ സാധനങ്ങൾ നിങ്ങൾക്ക് എന്തും സ്കിപ്പ് ചെയ്യാം, ബോഡി ലോഷൻ എന്തായാലും വേണം കേട്ടോ. കാരണം ഈ അതിൻ്റെ മുകളിലത്തെ അത് ഡ്രൈ ആയ ശേഷം ഇപ്പം നമ്മളിത് വെച്ച ശേഷം എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചിട്ടും ഇത് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് മുകളിലൊക്കെ ഡ്രൈ ആയി ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണെച്ചാൽ ആ മുകളിലത്തെ ഭാഗത്ത് നമുക്ക് ഈ ബോഡി ലോഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം പഴയ മാതിരി എല്ലാം സോഫ്റ്റ് ആയിക്കോളും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കാം. ഇത് നമ്മളൊരു സാധാ ഷേപ്പിലാക്കിയിട്ട് ബ്രഷ് കൊണ്ട് ഇങ്ങനെ വെള്ളം ചേർത്ത് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിലാക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. സാധാ നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ ക്ലേ മാതിരിയൊക്കെ തന്നെ ഏകദേശം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വലിച്ചു നോക്കുമ്പം ആ ഒരു ഇത് കിട്ടുമോ എന്ന് നമുക്ക് നോക്കാൻ കഴിയും. അതായത് നല്ല സോഫ്റ്റ് ആയിനോ ഇല്ലയോ നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് അപ്പം അങ്ങനെ നിർത്തുകയും ചെയ്യാം. വല്ലാണ്ട് കൈ ഒഴേണ്ട കുറച്ച് നേരം വെച്ച ശേഷം ഇങ്ങനെ വലിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഒരു കൈക്ക് റെസ്റ്റ് കൊടുക്കുക, മറ്റേ കൈയോടെ പണിയെടുക്കുക, അല്ലെങ്കിൽ പിന്നെ മറ്റേ കൈ റെസ്റ്റ് കൊടുക്കുക, ഈ കൈയോടെ പണിയെടുക്കുക. അങ്ങനെ ചെയ്താൽ മതി. അപ്പം പിന്നെയും കുറേ തോന്നില്ല. പിന്നെ നമ്മൾ കുഴച്ചതാക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആവുക, പിന്നെ ചില സമയത്ത് കുറേ വെള്ളം വരണ മാതിരി തോന്നും. അങ്ങനെയൊക്കെ തോന്നുമ്പോൾ കുറച്ച് ഫ്ലവർ ചേർക്കുക. ഡ്രൈ ആവാൻ വെച്ചാൽ ഇത്തിരി ഷാമ്പു ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ വിനാഗിരി, അതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം പഴയ മാതിരി ഇങ്ങനെ കുഴച്ച് കൊടുക്കുക. പിന്നെ ഷാമ്പു ഇതൊക്കെ അധികമായ കോൺഫ്ലവറല്ല മാറിപ്പോയി, അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ശേഷം പിന്നെ ഇങ്ങനെ പഴയ മാതിരി നമ്മുടെ ഇളക്കണതാണ്ട് തുടങ്ങുക, കുറേ നേരം ഇളക്കി കൊടുക്കുക. പിന്നെ അവിടെ ഇവിടെ അരിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ കുഴക്കണേൻ്റെ കൂടെ മറ്റേൻ്റെ ഭാഗത്തേക്ക് ഉരുട്ടി ചേർത്തിട്ട് നമ്മൾക്ക് കുഴക്കട്ടോ. എന്നാൽ മറ്റേ അരിപ്പൊടീൻ്റെ ഇതൊന്നും വേസ്റ്റായി പോവുകയും ചെയ്യില്ല. അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ നല്ല കുഴച്ച് കൊടുക്കുക. കുഴച്ച് അത്യാവശ്യം റെഡി ആവില്ലോ. ആ സമയത്തൊക്കെ നല്ല സോഫ്റ്റാട്ടോ, പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അത്രയും സോഫ്റ്റാണ്. നമ്മുടെ പഞ്ഞിയൊക്കെ ഉണ്ടല്ലോ, പഞ്ഞിയൊക്കെ തുടർന്ന മാതിരി തോന്നേക്ക്.
പിന്നെ കോൺഫ്ലവർ വെച്ച് ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ പറഞ്ഞറിയാൻ കഴിയില്ല, അത്രയും സോഫ്റ്റ് ആവും. എന്താ പറയുക, നല്ല ആകാശത്തിൽ പഞ്ഞിന്ന് മാറിപ്പോയി, ആകാശത്തെ മേഘമൊക്കെ തൊടുന്ന മാതിരി ഉണ്ടാവും. അതുകൊണ്ട് കോൺഫ്ലവർ വെച്ച് ഉണ്ടാക്കുകയാണ് നല്ലതെന്നൊക്കെ തോന്നണേ. പിന്നെ ഞാൻ വീഡിയോസ് യൂട്യൂബിലൊക്കെ ആദ്യം നോക്കലുണ്ട് ഇത് ഉണ്ടാക്കണേ. പിന്നെ നോക്കി അതിൽ കൂടുതൽ കുക്കിങ്ങിൻ്റെ ഇതാണ് ഒരു പറയണേ. അപ്പോഴേക്ക് കുക്കിങ്ങിൻ്റെ ഇത് വലിയ ഇഷ്ടമില്ല, കുക്കൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയൊക്കെ. അതിനുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ച് ഞാൻ തന്നെ ഒരിത് ചെയ്ത് നോക്കിയാലോ വിചാരിച്ച്. അപ്പം പിന്നെ ഞാൻ ഇങ്ങനെ വെറുതെ അരിപ്പൊടി വെച്ചൊരു പ്രാവശ്യം ചെയ്ത് നോക്കി, അപ്പോൾ വർക്കായി. അപ്പം ഞാൻ നിങ്ങൾക്കും ഈ ഐഡിയ ഷെയർ ചെയ്യാൻ വിചാരിച്ചു. ഇത് ഏകദേശം റെഡിയായി എന്ന് കണ്ടാൽ നമ്മൾ ആദ്യം ആ കുഴച്ച പാത്രം ഉണ്ടല്ലോ, ആ പാത്രത്തിലിട്ടിട്ട് അതിലത്തെ ബാക്കി നേരത്തെ കുഴച്ചതിൻ്റെ ബാക്കി ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അതും കൂടെ നമ്മൾ കുഴച്ചെടുക്കണം കേട്ടോ. എൻ്റെ അതിൽ കട്ട പിടിച്ചോ, പിന്നെ അതിനോട്ടേക്ക് എടുക്കാൻ കഴിയില്ല. ഇതിപ്പോൾ പോണെങ്കിൽ വിരലുകൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ക്രബോ എന്തെങ്കിലും വെച്ച് നല്ല ഉരച്ചാൽ മതി, നല്ല വൃത്തിയായിക്കോളും ഉണ്ടോ. എൻ്റെ നല്ല കട്ട പിടിച്ചുപോയി, എനിക്ക് നല്ല സങ്കടമായിപ്പോയി. ഞാനത് ലാസ്റ്റ് എടുക്കാൻ വെച്ചേനി. അത് സാറ്റേ പോട്ടെ. ഇത്ര ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ, അതിന് സാധനം കുറേ വേസ്റ്റ് ആവണ്ടല്ലോ വെച്ചിട്ട് ഇത്തിരി ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇപ്പോഴാണ് ഞാൻ ഇപ്പോൾ കുറച്ചധികം ഉണ്ടാക്കണേ. പിന്നെ നല്ലോ ഇങ്ങനെ ഉരുട്ടി നേരത്തെ മാതിരി വലിച്ചെടുക്കാം. കുറേ ഉരുട്ടുക, കുറച്ചിങ്ങനെ വലിക്കുക, അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആവും. ഇപ്പം അത്യാവശ്യം സോഫ്റ്റ് ആയി കേട്ടോ. ഇനി നമുക്ക് പിന്നെ ഇങ്ങനെ കുഴച്ച് കൊടുക്കാം. എന്താണെന്നറിയില്ല, ഞാൻ ആദ്യം ഉണ്ടാക്കിയതിന് ഒരു പ്രശ്നമില്ല. ഇനി ആദ്യം ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ കുഴക്കണേൻ്റെ ഇടയിൽ കൂടെ ഡ്രൈ ആവൂല ഇനി. പക്ഷെ ഇതിനെന്താ അറിയില്ല, നല്ല ഡ്രൈ ആവുന്നുണ്ട് കുഴക്കണേ ഇടയിൽ കൂടെ. ഇനി 3 മാസം വരെ കിട്ടുമോ എന്ന് എനിക്ക് പേടിയാവുന്നുണ്ട്. പക്ഷെ ഞാൻ ആദ്യം ഉണ്ടാക്കിയ കുറേ മാസം കിട്ടിയെന്ന് കേട്ടോ, 4 മാസമൊക്കെ എന്തായാലും കിട്ടിയെന്ന് തോന്നണം. പിന്നെ അത് ഞാൻ ലാസ്റ്റ് വരെ എടുക്കുമ്പം അത്യാവശ്യം നല്ല സോഫ്റ്റ് ഇനി. പിന്നെ ഞാൻ ഇന്നലെ അവിടെ ടേബിൾ വൃത്തിയാക്കുമ്പം അതിൻ്റെ ഇത് അടപ്പ് തുറന്ന് ചെയ്യുമ്പോഴാ എയർ ടൈറ്റ് പാത്രം ഉണ്ടല്ലോ, ആ പാത്രത്തിൻ്റെ അടപ്പ് ഓർമ്മയില്ലാണ്ട് തുറന്ന് വെച്ച്. ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും നല്ല പോലെ കട്ട പിടിച്ചത്. അതിൽ കട്ട പിടിച്ച് അതിൽ നിറച്ചും പൂപ്പ് വന്നുപോയി. എന്താ അറിയില്ല, ഇതിൽ പൂപ്പ് വരുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. അതിനോട് നിങ്ങൾ ആരും തുറന്നിട്ട് പോകണ്ട കേട്ടോ, വേഗം പൂ പിടിച്ചോ. നല്ല പ്ലാസ്റ്റിക് റാപ്പ് ഉണ്ടല്ലോ, അതിൽ നല്ല പൊതിഞ്ഞ് വേറെ കവറിലും കൂടെ കെട്ടിയിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിക്കാണ് കുറച്ചുകൂടെ നല്ലത്. അത് നമുക്ക് ആവശ്യമില്ല ഇങ്ങനെ കുഞ്ഞു ബോൾസാക്കി എടുക്കാമല്ലോ. അല്ലെങ്കിൽ ഇത് വേണമെങ്കിൽ ഒറ്റയടിക്ക് വലിയ എന്തെങ്കിലും സ്റ്റാച്ചു, വേറെ എന്തെങ്കിലും ചെറിയതോ ക്യൂട്ട് ഗേൾസ് അനിമി അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാക്കാൻ വെച്ചാൽ നല്ലതുണ്ടാവും. ഇത് വെച്ചിട്ട് നമുക്ക് ഡെസ്ക് ഡെക്കോർ ഉണ്ടാക്കാം, വാൾ ഡെക്കർ ഉണ്ടാക്കാം, ചാംസ് ഉണ്ടാക്കാം, കീ ചെയിൻ ഉണ്ടാക്കാം, പല സാധനങ്ങളും ഉണ്ടാക്കാം. ഇനി നല്ലോണം കുറച്ച് നേരം കൂടെ കുഴച്ചെടുക്കാം. അപ്പം അത്യാവശ്യം നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ബോഡി ലോഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ലാസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി, കുറച്ചുള്ള ആൾക്കാരനുസരിച്ച് മുഴുവൻ കുഴച്ച് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്താൽ മതി. എൻ്റെ ബോഡി ലോഷൻ ഇത്തിരി ഇങ്ങനെ ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എക്സ്ട്രാ സോഫ്റ്റ് ആവും കേട്ടോ. അതിനോണ്ടാണ് ഞാൻ ഇപ്പം ബോഡി ലോഷൻ അപ്ലൈ ചെയ്തത്. എന്നാൽ പിന്നെ ആ ഷാമ്പൂ കുറേ ഇതാക്കി ഇതിൻ്റെ കളറും കൂടത്തിലാക്കണ്ടല്ലോ വെച്ചിട്ടാണ് ബോഡി ലോഷൻ അപ്ലൈ ചെയ്തത്. ബോഡി ലോഷൻ വൈറ്റ് കളർ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ എടുക്കണ എല്ലാ സാധനങ്ങളും വൈറ്റ് കളർ തന്നെ എടുക്കാൻ വേണ്ടിയിട്ടാണ്, എടുക്കണതാണ് നല്ലത്. എന്നാൽ എന്താ പറയുക, വേറെ ഇതിൻ്റെ കളറ് പോലെ അതിൽ വരുന്നില്ല. അപ്പോൾ കണ്ടോ ഇതിൻ്റെ നല്ല വൈറ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റും ആവുന്നുണ്ട്. ബോഡി ലോഷൻ അപ്ലൈ ചെയ്തപ്പോൾ കുറച്ചുകൂടെ നല്ല സോഫ്റ്റായിന്. ഇനി നല്ല ഉറ്റി നോക്കാം നമുക്ക് സോഫ്റ്റ് ആയിനോ ഇല്ലേന്ന്. ഉണ്ടോ അത്യാവശ്യം ഇങ്ങനെ വലിഞ്ഞ് വരണം. ഓ നല്ല സോഫ്റ്റാണ്, നല്ല ഇഷ്ടപ്പെട്ടു. ഇതിങ്ങനെ വലിക്കുമ്പോൾ നല്ല സുഖമാണ്, ഒരു സാറ്റിസ്ഫൈങ് തോന്നും. ഇങ്ങനെ വലിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇനി അത് മുഴുവൻ വലിച്ച് തീർക്കുന്നു എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. നോക്കത് വെച്ച് നമുക്ക് കുറേ ഐറ്റംസ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. ഈ വലിയ കഷ്ണം എടുത്തിട്ട് ഇതാക്കില്ല, ഞങ്ങൾക്ക് ചെറിയ കഷ്ണം കൊണ്ടാക്കി തരാം. കണ്ടോ അത്യാവശ്യം നല്ല സോഫ്റ്റായിന്. ഇനി നല്ലോണം ഉരുട്ടി എടുക്കുക.
കുറച്ചും കൂടെ ഉരുട്ടിയാൽ മതി. ഇനി കൂടുതൽ നമ്മൾ പരത്താൻ വേണ്ടിയാണ് നല്ലത്. എന്നാൽ നമുക്ക് എന്താ പറയുക, കുറച്ചുകൂടെ സോഫ്റ്റ് ആകും. പരത്തുക, വലിക്കുക, ഇതാണ് കൂടുതൽ നല്ലത്. മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ അമർത്തിയിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. കണ്ടോ, ഞാൻ ഇങ്ങനെ കുറേ അമർത്തി വിരലൊക്കെ ഒന്നായിട്ട് വേദനയുണ്ട്. കൂടുതൽ നമ്മൾ പരത്താൻ വേണ്ടി നോക്കാൻ നല്ലത്. ഇനി നമുക്ക് ഇത് അത്യാവശ്യം ഇതായി ശരിക്കും നല്ല ബോളാക്കി എടുക്കുക. കണ്ടോ, ഇങ്ങനെ നല്ല ഉറ്റിയെടുക്കുമ്പോൾ നല്ല സുഖമാട്ടോ കൈക്ക്. ഒന്ന് മെല്ലെ പ്രസ് ചെയ്ത് കുറച്ച് ഇങ്ങനത്തേക്ക് ഒരു ഷേപ്പാക്കുക. ഞാൻ ശരിയില്ല വെച്ച് ഒന്നും കൂടെ നമുക്ക് നല്ല റൗണ്ടാക്കി കൊടുത്തിട്ട് ഇതാക്കുക. ഇത്ര ഇങ്ങനെ റൗണ്ടാക്കി കഴിഞ്ഞ ശേഷം നമുക്കിഷ്ടമുള്ള ഷേപ്പിലാക്കാം. സ്ക്വയർ ആക്കാം, ഹാർട്ട് ഷേപ്പാക്കാം, ഏത് ഷേപ്പിലാക്കാം കേട്ടോ. ഞാൻ എൻ്റെ മുകളിൽ ബോഡി ലോഷൻ അപ്ലൈ ചെയ്യാം. എൻ്റെ ബോഡി ലോഷൻ കഴിയാനായിന്, അതിനോണ്ട് ഇതാണ്ട് വരണമില്ല. അവസാനം വന്ന് എൻ്റെ ഏകദേശം കഴിയാനായി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ കുറേ എടുത്തു ഇനി, അതിനോടപ്പോൾ കുറേ കഴിയാനായി. ഇതിങ്ങനെ എടുത്ത ശേഷം മുകളിൽ ഇങ്ങനെ പരട്ടി കൊടുക്കുക. ഞാൻ മുകളിലത്തെ ഭാഗമാണല്ലോ വേഗം ഇതായി പോവുക, അതിനോണ്ട് മുകളിൽ കൂടുതൽ ഇങ്ങനെ പരട്ടി കൊടുക്കുക. അടിയിലും പരട്ടാൻ മറക്കണ്ട കേട്ടോ. ഞാൻ ഇപ്പോൾ 2 കോട്ട് ബോഡി ലോഷൻ പരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കവറിലാക്കി കെട്ടാം. മറ്റേ പ്ലാസ്റ്റിക് റാപ്പ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതിനോണ്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ കവറിലാക്കി നല്ല ചുരുട്ടി കെട്ടി കൊടുക്കുക. കയ്യിലെ ബോഡി ലോഷൻ അതിനോണ്ട് കയ്യിൽ നിന്നിട്ട് വഴുക്കുണ്ട്. അതിൻ്റെ കെട്ടാനും കഴിയില്ല. ഒരുവിധം ഇതാക്കി ഞാൻ കെട്ടി. നമുക്ക് ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കണം. ഞാൻ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കുഞ്ഞു പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലാക്കി എടുത്തേക്കാം. നമുക്ക് വേണമെങ്കിൽ പാത്രത്തിൻ്റെ സൈഡിൽ ഒരു തുണിയോ പേപ്പറൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ മൂടിയിട്ട് അടയ്ക്കാൻ വെച്ചാൽ കുറച്ചുകൂടെ എയർ ടൈറ്റ് ആവട്ടോ. ഇത് വെച്ച് നമ്മുടെ സാധാ സ്ഥലത്ത് വെച്ചാൽ മതി. വെള്ളത്തിൻ്റെ ഇതൊന്നും ഇല്ലാത്ത നല്ല ഡ്രൈ പ്ലേസിൽ വെച്ചാൽ മതി കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കണ്ട. ഈ എയർ ഡ്രൈ ക്ലേ വെച്ചിട്ടുള്ള അടിപൊളി ക്രാഫ്റ്റ്സുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ എന്തായാലും എല്ലാവരും ഇതിൽ മറക്കാണ്ട് ബോഡി ലോഷൻ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ ഇത് ഡ്രൈ ആയാൽ ഈ ബോഡി ലോഷൻ ഇല്ലാണ്ട് നമുക്ക് ഇത് പിന്നെ സോഫ്റ്റ് ആക്കാൻ കഴിയില്ല. അതിനോണ്ട് ബോഡി ലോഷൻ എങ്ങനെയെങ്കിലും എല്ലാവരും സംഘടിപ്പിക്കാൻ ശ്രദ്ധിക്കുക. വേറെ ഷാമ്പൂ ഇതൊക്കെ ഒഴിവാക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ബോഡി ലോഷൻ എന്തായാലും എല്ലാവരും എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കണ്ട. ഇതുപോലത്തെ അടിപൊളി ക്രാഫ്റ്റ്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.